പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടിയുടെ ഏറ്റവും സ്പെഷ്യൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഇതിൻ്റെ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഭയങ്കര സിമ്പിളാണ്. ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് കളിച്ച എല്ലാ കളിക്കാർക്കും ഒരു യൂത്തിന് അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി. മോട്ടോഫ്ലിക്സിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് 1970 80കളിലും വിൻറ്റേജ് ക്യൂനായി വിലസിക്കൊണ്ടിരുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. ആയിരത്തി 1970-80 കാലഘട്ടങ്ങളിലെ യുവാക്കളുടെ ഹരമായിരുന്നു ഈ വണ്ടി. യൂത്ത് ഐക്കൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, ആ കാലത്തെ യൂത്ത് ഐക്കൺ എന്ന് വേണമെങ്കിൽ വിശേഷിക്കാവുന്ന ഒരു വണ്ടിയാണ് ഇത്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്തെന്ന് വെച്ചാൽ ഇത് സെൽഫ് വിത്ത് ഡിസ്ക് ബ്രേക്കാണ്. സെൽഫും ഡിസ്ക് ബ്രേക്കും ഉള്ള ഇന്ത്യയിലെ ഏക വിജയ് സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഈ വണ്ടിയുടെ ഓണറും ഡിനോയ് യേശുദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. ഈ വണ്ടി ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയുള്ള പ്രശോഭ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ. ആ ചേട്ടൻ കുറേ സമയങ്ങളെടുത്ത് സ്ക്രാപ്പ് കണ്ടീഷനിൽ കിടന്ന ഈ വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഈ കണ്ടീഷനിലോട്ട് എത്തിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1983 വേൾഡ് കപ്പിൽ നമ്മളുടെ വേൾഡ് കപ്പിൽ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് കളിച്ച എല്ലാ കളിക്കാർക്കും ഒരു യൂത്തിന് അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി. പിന്നെ ഇതിൻ്റെ റൈഡിങ് കംഫോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സീറ്റിന് ഇങ്ങനെ ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഓടിക്കുമ്പോൾ ചെറിയ കട്ടറൊന്നും നമ്മൾ അറിയത്തേ ഇല്ല. നല്ലൊരു കുഷ്യൻ എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് നല്ല ക്ലിയർ പെയിൻറ്റിങ്, അതായത് കണ്ണാടി പോലത്തെ പെയിൻറ്റിങ്ങാണ്. നമുക്ക് മുഖം നോക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പെയിൻറ്റിങ്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. KEF 5117 ഇതിൻ്റെ നമ്പർ. KEF 5117 സിംഗിൾ ഓണർ വണ്ടിയാണ്. വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് വിജയ് സൂപ്പറിന് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ഒരു സ്കൂട്ടറിൻ്റെ, അതായത് 2 സ്ട്രോക്ക് സ്കൂട്ടറുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചേതക്കും ലാംബിയൊക്കെയാണ് നമ്മളുടെ മുന്നിലുള്ള സ്കൂട്ടറുകൾ. അതിൻ്റെയൊക്കെ ബാക്ക് വന്നിട്ട് ഭയങ്കര വലുതായിട്ടിരിക്കും. അത് നമുക്ക് കാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റാലി സ്കൂട്ടർ എന്നാണ് ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ യുവാക്കൾ റാലിക്ക് പോയിക്കൊണ്ടിരുന്ന സ്കൂട്ടറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കുറേ അധികം ക്രോം എലമെൻറ്റ്സ് ഈ വണ്ടിക്കകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് കസ്റ്റം ചെയ്തപ്പോൾ ആഡ് ചെയ്ത് വന്നതാണ്. ആക്ച്വലി ഇതിനകത്ത് അത്രയും ക്രോം എലമെൻറ്റ്സ് ഉള്ളതല്ല. ആക്ച്വലി ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു നോർമൽ സ്കൂട്ടറാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തൃപ്പൂണിത്തുറയുള്ള നമ്മുടെ പ്രശോഭണ്ണനാണ് ഇത്രയും എലമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹെഡ്ലൈറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഹെഡ്ലൈറ്റാണ് ഫസ്റ്റ് തന്നെ ഇതിന് വന്നിരിക്കുന്നത്. നമ്മുടെ നോർമലുള്ള സ്കൂട്ടറിൽ കാണുന്ന പോലെ റൗണ്ട് ഹെഡ്ലൈറ്റ് അല്ല, ഒരു സ്ക്വയർ ഹെഡ്ലൈറ്റ്. അത് നല്ല ക്ലീനായിട്ട് ഒരു ക്രോം ഔട്ടർ കവറിങ് കൂടി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഇതൊരു ഓണാണ്, ഒരു ചെറിയ ഓണാണ് ഈ മൂക്ക് പോലെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫൈബർ മഡ് ഗാർഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആഡ് ചെയ്തിരിക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് കയറി പോകാൻ നല്ല ഗ്രിപ്പുള്ള ടയർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടിയുടെ ഏറ്റവും സ്പെഷ്യൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല സ്ട്രോങ്, അതായത് നോർമലി സ്കൂട്ടറുകൾക്ക് ഏറ്റവും ഉള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് എപ്പോഴും കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഈ ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഫൂട്ട് റെസ്റ്റിൻ്റെ പൊസിഷനിലോട്ട് വരുമ്പം നല്ലൊരു ക്രോമിയം പ്ലേറ്റോട് കൂടി ഒരു റബ്ബർ ലൈനിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ
സീറ്റിൻ്റെ ഏരിയ ഒക്കെ ക്രോം പ്ലേറ്റ് ചെയ്ത് SS പ്ലേറ്റിംഗ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പറയുന്ന സ്പീഡോമീറ്ററൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊന്നും ഈ സമയത്ത് കിട്ടാനില്ല. ഈ പറയുന്ന നമ്മുടെ സുഹൃത്ത് ഡിനോയ് യേശുദാസ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനമൊക്കെ വരുത്തിക്കാനായിട്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. നമ്മളിതിൻ്റെ ഹാൻഡിൽ ബാറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് 4 ഗിയറാണ് വരുന്നത്. അത് നമ്മൾ ചേതക്കിലൊക്കെ മാറുന്ന പോലെ കയ്യിൽ തന്നെയാണ് ഗിയർ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് ഇതിൻ്റെ കീയുടെ ഇഗ്നിഷൻ സ്വിച്ച് വരുന്നത്. ഇഗ്നിഷൻ ഓണാക്കി ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള വെറും 4 സ്വിച്ചസാണ് വന്നിട്ടുള്ളൂ. ശരിക്കും 3 സ്വിച്ചസ് ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുള്ളതാണ്. വേറെ വന്നിരിക്കുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും പിന്നെ ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഇതിൻ്റെ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഭയങ്കര സിമ്പിളാണ്, ഒരൊറ്റ ക്ലിക്കോട് കൂടി വണ്ടി സ്റ്റാർട്ടാവും. ഭയങ്കര സിമ്പിളായിട്ട് വണ്ടി സ്റ്റാർട്ടാവും. നമ്മളിതിൻ്റെ സെൻറ്ററിലോട്ട് ചെക്ക് ചെയ്യുമ്പം നമുക്കിവിടെ വരുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിനുശേഷം ഒരു അടിപൊളി സീറ്റുണ്ട്. ഇപ്പോൾ സിംഗിൾ സീറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ചെറിയ കട്ടറൊക്കെ നമുക്കത് ഈ ഒരു ആക്ഷൻ, അതായത് ഒരു പില്ലോടെ ആക്ഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ സ്മൂത്തായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണ്ണാടി പോലത്തെ പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത്. നല്ല പെർഫെക്ഷൻ പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ കുറേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ സ്ലീക്കായിട്ട് വന്ന് അവസാനിക്കുന്ന പോലത്തെ ഒരു ടെയിൽ ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട് ഈ സീറ്റിൻ്റെ അടിയിലൊരു ഓപ്ഷനുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫൂട്ട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫൂട്ട് റെസ്റ്റൊക്കെ ഇതിൻ്റെ ശരിക്കും ഒരു റബ്ബർ കവേർഡ് ഫൂട്ട് റെസ്റ്റാണ് വരുന്നത്. പക്ഷേ നമ്മളിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റിങ്ങോട് കൂടി ഒരു ഫൂട്ട് റെസ്റ്റ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ എഞ്ചിൻ സ്പെക്കിലോട്ട് വരുമ്പോൾ 150 cc 2 സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. വേൾഡ് ഫേമസ് സ്കൂട്ടർ മാനുഫാക്ചറിങ് കമ്പനിയായ ലാംബർട്ടയാണ് ഇതിൻ്റെ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി 100-ലധികം സ്പീഡ് അക്യൂർ ചെയ്യും. ഈ ലാംബി അല്ലെങ്കിൽ തന്നെ ചേതക്ക് 150 cc ഒക്കെ അത്രയും പവർ, അത്രയും ഈ സെയിം എഞ്ചിൻ സ്പെക്ക് ഉണ്ടെങ്കിലും അത്ര സ്പീഡ് അക്യൂറ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വെറും 120 കിലോ ഉള്ളൂ. അത്രയ്ക്ക് സ്ലീക്കായിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ഞാനിപ്പോൾ ഓടിച്ചപ്പോൾ തന്നെ ഇത് ഭയങ്കര പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. സിമ്പിളായിട്ട് 100 കിലോമീറ്റർ മേലെ സ്പീഡിലോട്ട് വണ്ടി കയറുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത്ര സ്പീഡിൽ പോയാലും, പക്ഷേ അന്നത്തെ കാലത്ത് 100 കിലോമീറ്റർ സ്പീഡ് എങ്ങനെ നിർത്തി എന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ ഇത് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്. 6300 RPM 8.7 bhp ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടോർക്കി ആയിട്ട് ഉള്ളൊരു വണ്ടിയാണ്. ചെറിയ ത്രോട്ടിൽ തന്നെ നല്ല റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തോരം ഓടിച്ചാലും മതിയാവില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സീറ്റിൻ്റെ ആ ഒരു കുഷ്യൻ എഫക്റ്റ് നമുക്ക് വളരെയധികം എത്ര ഓടിച്ചാലും നമുക്ക് വണ്ടി മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഷോർട്ട് റൈഡിന് പോവുകയാണ്. ഞാൻ കുറേ ഓടിച്ചിട്ട് കൊണ്ടു വെച്ചാൽ എന്നാലും വീണ്ടും ഒരു ഷോർട്ട് റൈഡിന് പോവുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ മോട്ടോഫ്ലിക്സ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്നാലും നമുക്ക് ഷോർട്ട് റൈഡിന് പോവാം. ഒരു കാര്യം മറന്നിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് വയ്ക്കാൻ മറക്കാതിരിക്കുക. പിന്നെ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാസ്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. അപ്പോൾ ഷോർട്ട് റൈഡിന് പോവാം. പിന്നെ ഫ്രണ്ട് ഡിസ്പ്ലേ സൈലൻസറൊക്കെ വേറെ പെട്രോൾ വണ്ടി കൊള്ളാട്ടോ. താങ്ക് യു ചേട്ടാ. ഓക്കെ.